വെറും 1,4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആള് ഓൾ കേരള. അപ്പൊ ആള് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏകദേശം ഒരു 150 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിച്ചൺ അല്ലേ മാഷേട്ടാ? അപ്പൊ ഇത് നമ്മളിവിടെ ഉള്ളത് എടപ്പാൾ ഭാഗത്താണ്. അപ്പോൾ ആളുടെ വീടാണ്, സ്വന്തം വീടാണ്. അപ്പൊ ആളാണ് ഈ കിച്ചൺ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആളിത് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എത്ര രൂപ ബഡ്ജറ്റ് വരും? നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അലുമിനിയം വിത്ത് PVC. ഓക്കെ, മനസ്സിലാവണ്ട. അപ്പൊ ഇതില് നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത? ഇതിൽ ആക്സസറീസ് ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയ സാധനം, അലുമിനിയം ഫ്രെയിം വെച്ച് ഉണ്ടാക്കിയ സാധനം. ഇതിന് റെഡിമെയ്ഡ് നമുക്ക് വരുന്ന 25,000 രൂപ മേലേക്ക് ഇത് റെഡിമെയ്ഡ് ആക്സസറീസ് കിട്ടാണ്ട് നമുക്ക് ആക്സസറീസ് മാത്രം. ആക്സസറീസ് മാത്രമായിട്ട്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് അധികം വന്നിട്ടൊരു 4,000 കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് സോഫ്റ്റ് ക്ലോസ് ആയിട്ട് നമുക്ക് പോയി അടയും ചെയ്യും. അതെ, ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഡോർ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഹാങ് ചെയ്യാനും പറ്റും, അതല്ല സാധനങ്ങൾ വെക്കാനൊക്കെ നമുക്ക് വെക്കാനും പറ്റൂലേ. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്ട്രക്ചർ അതെന്തൊക്കെയാണ് മെറ്റീരിയൽ? ഇതിൽ നമ്മള് സ്ലാബ് ഇല്ല, ഇതിന് സ്ലാബ് ഉപയോഗിച്ചിട്ടില്ല. മറ്റേ മോഡുലർ ആയിട്ട് നമ്മൾ അലുമിനിയം ഫ്രെയിം വെച്ചിട്ട് അതിൽ ഗ്രാനൈറ്റ് വെച്ച് അതൊന്ന് കാണിച്ചു കൊടുത്തോ. ഈ ഒരു ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് വാർപ്പിന്റെ സ്ലാബ് ഇല്ലാണ്ട് ഫ്രെയിം കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫുള്ള് അവിടെ പാനലിംഗ് ചെയ്തിട്ടാണ്. കിനിവ്, ഈർപ്പം, പൂപ്പല് അങ്ങനെ ചുമരിനോട് ചേർന്നിട്ട് പാനലിംഗ് ചെയ്തതിന് ശേഷമാണ് ഇത് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിനിവ് വരാത്ത രീതിയിൽ. പിന്നെ എന്താ ഇതിൽ പറയാം? പിന്നെ നമ്മൾ ഇതിൽ വെക്കണത്, അതായത് നമ്മൾ ഇതൊക്കെ റെഡിമെയ്ഡ് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റി. ഇത് മൾട്ടിവുഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഉള്ളിലല്ലേ. പിന്നെന്താ ബേസൺ. പിന്നെ നമ്മൾ ഇതില് സ്റ്റോറേജ് വെക്കാൻ വേണ്ടിട്ട് 3 ഡ്രോകൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സോഫ്റ്റ് പോയിട്ട് അടയുന്ന സാധനങ്ങള്, സോഫ്റ്റ് ക്ലോസർ തന്നെയാണ്. ഇവിടെ നമ്മൾ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിട്ട് കുറച്ച് ഡെപ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ അത്യാവശ്യം. പിന്നെ നമ്മള് പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇതിൽ ട്രേ ഉണ്ട്, ഇത് എടുത്തിട്ട് നമ്മള് കളയുക. പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിന് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം പോയി കളയുക. അതേമാതിരി നമുക്കിത് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ഇതൊക്കെ നമ്മള് ഇതൊക്കെ നമ്മള് ആക്സസറീസ് വരുന്നതാട്ടോ ഇതില്. ഇതൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ്. ഇതൊക്കെ ബഡ്ജറ്റ് പെട്ടത് എല്ലാം പെട്ടത്. അപ്പൊ ഇതില് എന്താ ഇത് നമ്മള് ഇതിന് ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റ് ആണ്. ഇതിന് മാത്രം നമുക്ക് 2,000 രൂപ അടുത്തോളം നമുക്ക് 2,300 ഈ ഒരു ബാസ്ക്കറ്റ് മാത്രം വരുന്നുണ്ട്. പിന്നെ 3,000 രൂപ അടുത്തേക്ക് ഒരു ബാസ്ക്കറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ബാസ്ക്കറ്റ് മാത്രം 2 നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ വെക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ്, പിന്നെ നമ്മള് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി കളയാൻ വേണ്ടിട്ട് അത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് അടയ്ക്കാം, ഓപ്പൺ ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമ്മളിവിടെ ഡിറ്റർജന്റ് സ്റ്റാൻഡ്, ഡിറ്റർജന്റ് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് സ്റ്റാൻഡ്. പിന്നെ അതുപോലെ ഈ ഒരു സെക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മള് ക്രോക്കറി ഷെൽഫ്, ഇത് നമുക്ക് തുറക്കാൻ പറ്റും. ഗ്ലാസ് ആണ്, ക്രോക്കറി ഷെൽഫാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടില്ല. അവിടെ നമ്മൾ ആദ്യം റാക്ക് അടിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റോറേജ് കുറെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. ഈ ഒരു ഭാഗം എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ഓവൻ വാങ്ങി വെച്ചിട്ടില്ല, അത് ഓവൻ വെക്കാനുള്ള സ്പേസ് നമ്മള് ചെയ്തിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഇതില് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞത് നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇത്രയും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിച്ചൺ ഏകദേശം എത്ര ബഡ്ജറ്റ് വരും? ഇത് നമുക്കൊരു 1,25,000 ബഡ്ജറ്റ് ഒക്കെ. ഈ 1,25,000 ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? ഈ 1,25,000 നമ്മളിവിടെ ചെയ്തതിലൊക്കെ ഉൾപ്പെടും. അതായത് ഉൾപ്പെടാത്തത് എന്തൊക്കെയാണ്? അതിൽ ഇത് ഉൾപ്പെടാൻ വഴിയില്ല. ഈ 2 വേസ്റ്റ് ബാസ്ക്കറ്റ് അത് എല്ലാവർക്കും വേണ്ട എന്നാണ് പറയാറ്. ഓവൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും? ഓവൻ ഇല്ല. അതായത് നമ്മള് അടുപ്പ് ഇതൊന്നും ഉൾപ്പെടില്ല. ഇത് ഉൾപ്പെടില്ല. നമ്മള് കബോർഡ്സ് ഫുള്ള് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നത്. ഗ്രാനൈറ്റ് ഉൾപ്പെടും, ഫ്രിഡ്ജ് ഉൾപ്പെടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മഹേഷിന്റെ സ്വന്തം വീടാണ്, അപ്പൊ ആളെന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീടിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിച്ചൺ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെന്നെ വിളിക്കാവുന്നതാണ്. ആളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓൾ കേരള വർക്ക് ചെയ്യുന്ന ആളാണ്, അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്ക്. അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കിച്ചൺ വർക്ക്, മെയിൻ കിച്ചൺ വർക്ക് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വാർഡ്രോബ് ഉണ്ടാവും,
ആൾ പാർട്ടീഷൻ ഉണ്ടാവും, ആ. പെർഗോളയുടെ മേലത്തെ പെർഗോള ഗ്ലാസ് ഉണ്ടാവും, വിൻഡോസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. വീടിന്റെ ഫുൾ ഡോറുകളും ഇന്റീരിയർ എല്ലാം ചെയ്യാൻ ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ള മെറ്റീരിയലുകൾ ചെയ്യണ മാതിരത്തെ ഉം. നമുക്ക് അതുകൊണ്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പ- കട്ടിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, ചെയ്യാം. ബാക്കിയൊക്കെ ചെയ്യാം. ബാക്കിയുള്ള ഒരുവിധമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹോം പിക്ചേഴ്സ് എന്ന ചാനലാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.